ഇസ്ലാം വിമർശകർ ഇസ്ലാമിനെ സ്ഥിരമായി വിമർശിക്കാനും പരിഹസിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹദീസാണ് സ്വഹീഹുൽ ബുഖാരിയിലെ 5782 നമ്പർ ഹദീസ്. ഇദാ വഖഅ ദുബാബു ഫീ ഇനാഇ അഹദിക്കും ഫൽയഗ്മിസ്ഹു കുല്ലഹു സുമ്മൽ യത്റഹുഹു ഫഇന്ന ഫീ അഹദി ജനാഹൈഹി ശിഫാഅൻ വഫിൽ ആഖരി ദാഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ പാത്രത്തിൽ ഒരു ഈച്ച വീണാൽ ആ ഈച്ചയെ അതിൽ മുക്കിയ ഉടനെ എടുത്ത് കളയുക. ഈച്ചയുടെ ഒരു ചിറകിൽ രോഗവും മറുചിറകിൽ ഷിഫാവുമുണ്ട്, ശമനവുമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു ഈച്ച വീണാൽ ആ ഈച്ചയെ അതിൽ മുക്കിയിട്ട് നിർബന്ധമായിട്ടും ആ വെള്ളം കുടിക്കണമെന്നല്ല, അല്ലെങ്കിൽ ആ ഈച്ച വീണ വെള്ളം എടുത്ത് ചരിച്ചു കളയാൻ പാടില്ല എന്ന നിരോധനവും അവിടെ ഇല്ല. ഒരാൾ കുടിക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് കുടിക്കുക എന്നാണ്. ഇനി ഒരാൾ കുടിച്ചില്ല എന്ന് കരുതി ഒരു പ്രശ്നവുമില്ല. ഇനി ആ വെള്ളം എടുത്ത് ചരിച്ച് കളഞ്ഞത് കൊണ്ടും ഒരു പ്രശ്നവുമില്ല. ഇനി നമുക്ക് ഈ ഹദീസിൻ്റെ ബാക്കി ഭാഗത്തേക്ക് കടന്നു വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈച്ചയിൽ രോഗമുണ്ട് എന്നാണ്. ഇന്ന് നമ്മൾ ഈച്ചയെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഈച്ചയുടെ ശരീരത്തിൽ പല ടൈപ്പ് ബാക്ടീരിയകളുണ്ട്. ഈ കോളൈ അഥവാ എഷിരിക്കിയ കോളൈ, അതേപോലെ സാൽമോണല്ല, അതേപോലെ സ്യൂഡോമോണസ് ഏഴിജിനോസ, സ്റ്റെഫിലോകോക്കസ് ഓറിയസ് തുടങ്ങിയിട്ടുള്ള പല ടൈപ്സ് ഓഫ് ബാക്ടീരിയകൾ ഈ ഈച്ചയുടെ ശരീരത്തിലും പല ശരീരത്തിൻ്റെ ഭാഗങ്ങളിലുമുണ്ട്. ഫുഡ് പോയ്സൺ, ഡയേറിയ, ടൈഫോയിഡ്, സ്കിൻ ആൻഡ് വൂണ്ട് ഇൻഫെക്ഷൻ, ന്യൂമോണിയ, അതേപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ലങ്സ് ഇൻഫെക്ഷൻ, അങ്ങനെ തുടങ്ങി ധാരാളം അസുഖങ്ങൾ, ധാരാളം രോഗങ്ങൾ ഈച്ചയുടെ ശരീരത്തിലുള്ള ഈ ഒരു ബാക്ടീരിയകൾ കാരണം മനുഷ്യർക്ക് ഉണ്ടാകാം. ഈ വിഷയങ്ങളൊന്നും ആർക്കും തർക്കമുള്ള കാര്യങ്ങളല്ല. ഈച്ചയിൽ രോഗാണുക്കളുണ്ട് എന്നും ഈച്ച രോഗാണുക്കളെ വഹിച്ചുകൊണ്ട് മനുഷ്യർക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുമെന്നും രോഗങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ ഹദീസിൻ്റെ ബാക്കി ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഈച്ചയിൽ ശമനമുണ്ട് എന്ന് പറയുമ്പോഴാണ് പലരും നെറ്റി ചുളിക്കുന്നത്. പലരും ചിന്തിക്കാറുണ്ട്, ഇത്രയും മുസ്ലിയാർക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിക്കാം, ഈച്ചയിൽ ശമനമുണ്ട് എന്ന് ഹദീസിലുണ്ടല്ലോ, ഇത് നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. ഓസ്ട്രേലിയയിലെ ഒരു ഗവേഷക സംഘം അവർ ഈച്ചയെ നിരീക്ഷണം നടത്തിയപ്പോൾ ഈച്ച വിസർജ്യങ്ങളിലും മാലിന്യങ്ങളിലുമാണ് കൂടുതൽ വസിക്കുന്നത്. അവിടെ നിന്നുള്ള ഈ ബാക്ടീരിയകൾ ഈച്ചയുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിനെ എങ്ങനെയാണ് ഈച്ച പ്രതിരോധിക്കുന്നത്, ഇതിനെ എങ്ങനെയാണ് ആ ബാക്ടീരിയകളെ ഈച്ചയുടെ ശരീരം പ്രതിരോധിക്കുന്നത് എന്ന ചിന്തയിൽ നിന്ന് പലരും ഈച്ചയെ ഗവേഷണം നടത്താൻ തുടങ്ങി. അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പറഞ്ഞ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ പറ്റുന്ന 2 സംവിധാനങ്ങളാണ് ഈച്ചയിലുള്ളത്. ഒന്ന് AMP എന്ന് പറയും, അഥവാ ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ സാൽമോണല്ല, ഈ കോളൈ തുടങ്ങിയിട്ടുള്ള ബാക്ടീരിയകളെ ഈ AMPകൾ നശിപ്പിക്കും. ഡീഫെൻസിൻസ്, സെക്രോബിൻസ്, ഡിപ്ട്രൈസിൻസ് തുടങ്ങിയിട്ടുള്ള ഈ AMPകൾ നമുക്ക് മനുഷ്യർക്ക് രോഗമുണ്ടാക്കുന്ന ഈ കോളൈ, സാൽമോണല്ല, സ്യൂഡോമോണസ് തുടങ്ങിയിട്ടുള്ള ഈച്ചയുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കാൻ കഴിവുള്ളവയാണ് ഈ പറഞ്ഞ AMPകൾ. ആ ബാക്ടീരിയകളുടെ പുറം ആവരണത്തിൽ ഹോളുകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ പറഞ്ഞ AMPകൾ ആ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത്. ഇതൊരു സംവിധാനം. രണ്ടാമത്തെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ബാക്ടീരിയോഫേജുകളാണ്. ബാക്ടീരിയോഫേജുകൾ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയെ മാത്രം ആക്രമിക്കുന്ന ഒരു ടൈപ്പ് വൈറസാണ്. ഇത് ഈച്ചയുടെ ശരീരത്തിലും ചിറകിലും ഈച്ചയുടെ എൻറ്റയർ ബോഡിയിലും ഈ ബാക്ടീരിയോഫേജുകളുണ്ട്. ഈ ബാക്ടീരിയോഫേജുകൾ എങ്ങനെയാണ് ഈ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യരിലേക്ക് രോഗം പരത്തുന്ന ഈച്ചയിലുള്ള ഈ ബാക്ടീരിയകൾ, ഈ കോളൈ, സാൽമോണല്ല, സ്യൂഡോമോണസ് തുടങ്ങിയിട്ടുള്ള ഈ ബാക്ടീരിയകളുടെ പുറത്തേക്ക് ആ ബാക്ടീരിയകളിലേക്ക് ഈ ബാക്ടീരിയോഫേജുകൾ അറ്റാച്ച് ആവുകയും ആ ഹാംഫുള്ളായിട്ടുള്ള ദോഷകാരികളായ രോഗം പരത്തുന്ന ബാക്ടീരിയകളുടെ ഉള്ളിലേക്ക് ഈ ബാക്ടീരിയോഫേജുകൾ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഇഞ്ചക്റ്റ് ചെയ്യുകയും ചെയ്യും. തത്ഫലമായിട്ട് ഈ ബാക്ടീരിയയുടെ അകത്തുള്ള DNA നശിക്കും. അതോടുകൂടി ബാക്ടീരിയകൾക്ക്, രോഗം പരത്തുന്ന ബാക്ടീരിയകൾക്ക് വളരാനും അതിന് കൂടുതൽ വ്യാപിക്കാനും കഴിയാതെയാകും. ബാക്ടീരിയോഫേജുകൾ ഈ ബാക്ടീരിയയെ ഒരു ഫാക്ടറി പോലെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫേജിൻ്റെ DNAകൾ ഈ ബാക്ടീരിയയുടെ ഉള്ളിൽ വെച്ച് നിർമ്മിക്കപ്പെടും. എന്നിട്ട് ആ ഉള്ളിൽ വെച്ച് നിർമ്മിക്കപ്പെടുന്ന പാർട്സുകളൊക്കെ അസംബിളായി ഒരു ബാക്ടീരിയോഫേജുകൾ കൊണ്ട് ഈ ബാക്ടീരിയയുടെ അകം നിറയും. അവസാനം ഈ ബാക്ടീരിയോഫേജുകളുടെ എണ്ണം ബാക്ടീരിയയുടെ ഉള്ളിൽ നിറയുകയും വർദ്ധിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ബാക്ടീരിയ പൊട്ടുകയും ആ ബാക്ടീരിയ നശിക്കുകയും ചെയ്യും. ഇതിനാണ് ലൈസിസ് എന്ന് പറയുന്നത്.
ഇനി ഈ പുറത്തു വരുന്ന പുതിയ ബാക്ടീരിയ ഫേജുകൾ ഇതുപോലെ പോയി പല ബാക്ടീരിയകളെയും നശിപ്പിക്കും. അപ്പോൾ ഈ ബാക്ടീരിയ ഫേജുകൾ ഈച്ചയുടെ ഉള്ളിലുണ്ട് എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത്. ഇനി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഈച്ചയിൽ രോഗമുണ്ട്, രോഗശമനവും ഈച്ചയിലുണ്ട്. നാം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈച്ചയിൽ രോഗം പരത്തുന്ന ബാക്ടീരിയകളുമുണ്ട്, അതുപോലെ ആ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സ് അഥവാ ആൻറ്റിബയോട്ടിക്കുകളും അതേപോലെ ബാക്ടീരിയ ഫേജുകളും ഈ ഈച്ചയുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാം ഒന്ന് ആലോചിച്ച് നോക്കുക, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അന്ന് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചിട്ടില്ല, അതേപോലെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് എന്ന് മനുഷ്യർ മനസ്സിലാക്കിയിട്ടില്ല. ആ ഒരു നൂറ്റാണ്ടിൽ നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ഇന്ന് ഈ ഹദീസിനെ വിമർശിക്കുന്ന പല വിമർശകർക്കും അറിയില്ല ഈച്ചയിൽ ആൻറ്റിബയോട്ടിക്സ് അഥവാ AMPകളും അതേപോലെ ബാക്ടീരിയ ഫേജുകളും ഈച്ചയുടെ ഉള്ളിലുണ്ട് എന്ന് ശാസ്ത്രലോകം കണ്ടെത്തി അംഗീകരിച്ച കാര്യം. ഇത് അറിയാത്തവരാണ് പലരും ഈ ഹദീസിനെ ഇന്ന് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.